കാശിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ചു വലുതായിപ്പോ തൻ്റെ മുന്നിൽ തന്നെ നോക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടാവുന്ന ചുവപ്പ് രാശി ആദിയെ നോക്കിക്കൊണ്ട് തന്നെ കാശി മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എൻ്റെ പെണ്ണ്, എൻ്റെ മാത്രം. ആദുട്ടി, വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കണ്ടേ? വിശന്നിട്ട് വയ്യ. ഓഹോ, നീ ലേറ്റ് ആയതുകൊണ്ടല്ലേ? വാ വാ. ഉച്ചയോടടുത്താണ് മനുവും കാത്തും സൈറ്റ് നോക്കിയ ശേഷം തിരികെ വന്നത്. വന്നയുടനെ ആദിയെയും കൂട്ടി ഫുഡ് കഴിക്കാൻ ക്യാൻറ്റീനിൽ പോകാൻ നിൽക്കുകയാണ് കാത്തു. രണ്ടാളും ബാഗ് എടുത്ത് ക്യാൻറ്റീനിലേക്ക് ഇറങ്ങും മുൻപേ ആദി കാശിയുടെ ക്യാബിനിലേക്ക് ഒന്ന് പാളി നോക്കി. അവിടെ കാശി ആദിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാശി എവിടെ പോകുന്നു എന്ന അർത്ഥത്തിൽ പിരിക ഉയർത്തി. ആദി കഴിക്കാൻ പോകുന്നു എന്ന് തിരിച്ചാംഗ്യം കാണിച്ചു. കാശി പുഞ്ചിരിയോടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് പോകുന്നത് കണ്ട് ആദി ആലോചനയോടെ നോക്കിയതും കാത്തുവിൻ്റെ മുഖത്തേക്കായിരുന്നു. അവിടെ ആക്കിയുള്ള ചിരി കണ്ട് ആദി ചമ്മി ചിരിച്ചു. അപ്പോഴേക്കും ക്യാബിൻ ഡോറ് തുറന്ന് കാശി അകത്തേക്ക് വന്നു. മനുവും ഉണ്ടായിരുന്നു കൂടെ. രണ്ടാളും കഴിക്കാൻ പോവുകയാണോ? ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ അതോ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുവോ? ഇല്ല കാശിയേട്ടാ, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, അതാദ്യം പറയണ്ടേ. എവിടെ കാണിച്ചെന്ന്? ജ്യോതിയമ്മയും രാധുവമ്മയും ഉണ്ടാക്കിയ ഫുഡല്ലേ, ഇങ്ങോട്ട് താടി പെണ്ണേ. കാശി ചോദിച്ചതിന് കാത്തു മറുപടി പറഞ്ഞപ്പോഴേ മനു ചാടി വീണ് കാത്തുവിൻ്റെ ബാഗ് തട്ടിപ്പറിച്ചു വാങ്ങിയിരുന്നു. എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, നിനക്കുള്ളത് നീ വാങ്ങിക്കൊണ്ട് പോരു കേട്ടോ മിസ്റ്റർ കാശിനാഥ്. അതും പറഞ്ഞ് കാത്തുവിനെയും വിളിച്ച് മനു ക്യാൻറ്റീനിലേക്ക് ഇറങ്ങി. ആദ്യം പെട്ടെന്ന് തന്നെ ബാഗിലിരുന്ന ആഹാരം കാശിക്ക് നേരെ നീട്ടി. കാശി ആ പൊതിയിലേക്കും ആദിയെയും മാറി മാറി നോക്കി. ശേഷം ചിരിച്ചുകൊണ്ട് പൊതി വാങ്ങി. ശേഷം ആദിയുടെ അടുത്ത് വന്ന് അവളുടെ കയ്യിൽ കൈ കോർത്തു നിന്നു. ആദി ഞെട്ടി കണ്ണുറുക്കെ പൂട്ടി വെച്ചു. കുറച്ച് സെക്കൻഡ് അങ്ങനെ നിന്നതിന് ശേഷം കാശി കൈവിട്ടു. ആദിക്ക് നേരെ കണ്ണടിച്ച് കാണിച്ചൊന്ന് ചിരിച്ചിട്ട് ക്യാബിനിൽ നിന്നും ഇറങ്ങി നടന്നു. ആദിയും ചിരിയോടെ അവന് പുറകെ നടന്നു. മനു ഒരു ടേബിളിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. കാർത്തിനത്തിനടുത്തുള്ള മറ്റൊരു ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചിട്ട് ഫ്രഷായി ബാഗ് എടുത്ത് രണ്ടാളും റോഡിലിറങ്ങി നിൽക്കേണ്ട കേട്ടോ. ആരെങ്കിലും ചോദിച്ചാൽ കോളേജിൽ പോകാനാണെന്ന് പറഞ്ഞാൽ മതി. ആദ്യം നടന്ന് ക്യാൻറ്റീനിലേക്ക് കയറാൻ തുടങ്ങിയതും കാശി വേഗം വന്ന് പറഞ്ഞിട്ട് മനുവിൻ്റെ ടേബിളിൽ തന്നെ പോയിരുന്നു. ആദ്യം ഒരു പുഞ്ചിരിയോടെ കാത്തുവിനടുത്തേക്ക് പോയി. കുറേ നേരമായുള്ള മഹിയേട്ടാ ഇങ്ങനെ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു. ഇതെന്താ? വണ്ടിക്കാണെങ്കിൽ സ്പീഡും ഇല്ല. എന്താണ് ലക്ഷ്മി ഇങ്ങനെ? നിനക്ക് അവിടെ എത്താനുള്ള തിടുക്കം കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നേ. ഇതേ നല്ല ഒന്നാന്തരം ബെൻസുകാരാണ് ഭാര്യ. നമ്മൾതാ ഇപ്പോൾ എത്തും. ഒരു വളവ് തിരിഞ്ഞ വണ്ടി ഒരു ഇരുനില വീടിൻ്റെ മുൻപിൽ നിർത്തിയ ശേഷം മഹാദേവൻ ഫോണെടുത്ത് കോൾ ചെയ്ത ശേഷം വീടിന് മുറ്റത്തേക്ക് കാറ് കയറ്റി നിർത്തി. കാറിൽ നിന്നിറങ്ങുമ്പോഴേ അകത്തുനിന്നും ആളുകൾ ഇറങ്ങി വന്നിരുന്നു. ആനന്ദും വാസുദേവനും മുൻപിൽ കാണുന്ന കാഴ്ച സത്യമാണോ സ്വപ്നമാണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം അവർ 3 പേരും പരസ്പരം പുണർന്ന് പൊട്ടിച്ചിരിച്ചു. അടർന്നു മാറുമ്പോഴേക്കും മൂവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കണ്ടുനിന്ന ലക്ഷ്മിയുടെയും കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. പുറത്തെ ഒച്ചപ്പാടൊക്കെ കേട്ട് അടുക്കളയിലേക്കായിരുന്നു ജ്യോതിയും രാധയും പുറത്തേക്ക് വന്നു. വന്നപ്പോൾ തന്നെ കാണുന്നത് മഹാദേവനോട് ചേർന്ന് നിൽക്കുന്ന ആനന്ദിനെയും വാസുദേവനെയുമാണ്. എന്താണ് അവിടെ തന്നെ നിന്നു കളഞ്ഞേ? അന്നും ഇന്നും നീ ഞങ്ങളുടെ ലച്ചു തന്നെയാ. അല്ലാതെ കുറച്ച് പ്രായമായി പോയെന്നും കരുതി ഞങ്ങൾ നിന്നെ മറന്നുപോയിട്ടൊന്നുമില്ല. കയറി വാടി മോളെ ഇങ്ങോട്ട്. ആനന്ദ് പറഞ്ഞപ്പോഴേക്കും ലക്ഷ്മി നിറഞ്ഞ കണ്ണുകളോടെ പടി കയറി ചെന്നു. ആനന്ദും വാസുദേവനും മഹിയെ വിട്ടുമാറി ലക്ഷ്മിയുടെ ഇടവും വലവും നിന്ന് ചേർന്ന് പിടിച്ചു. ലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടാളെയും കരവലയത്തിൽ ഒതുങ്ങി നിന്നു. അതുകൂടി കണ്ടപ്പോഴേക്കും ജ്യോതിയും രാധികയും കരഞ്ഞു പോയിരുന്നു. മഹി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അതുവരെ കണ്ടെന്ന് അടുത്തേക്ക് വിളിച്ചു. രാധികയും ജ്യോതികയും ഓടിച്ചെന്ന് മഹിയുടെ കൈക്കുള്ളിൽ കയറി നിന്ന് കരഞ്ഞു. കണ്ടോടാ, നിനക്കൊക്കെ നിൻ്റെയൊക്കെ പെങ്ങളെ കിട്ടിയതുപോലെ എനിക്കെൻ്റെ 2 പെങ്ങന്മാരെയും തിരികെ കിട്ടി. എൻ്റെ രാധുവും ജോക്കുട്ടിയും. പറയുന്നതിനോടൊപ്പം മഹി ഇരുവരുടെയും മൂർത്താവെല്ലാം അമർത്തി ചുംബിക്കുകയും ചെയ്തിരുന്നു. ഗീതികയും ലയയും കൂടി കാശിയുടെ ഓഫീസിലേക്ക് എത്തിയപ്പോഴേക്കും ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് കാശിയൊന്നും ക്യാൻറ്റീനിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഗീതിക ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ അവളെ തന്നെ നോക്കുകയും കൈ പൊക്കി കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ അഹങ്കരിച്ച് നിൽക്കുന്നത് കൊണ്ട് അവൾ ആരെയും മൈൻഡ് ചെയ്യാനും പോയിട്ടുണ്ടായിരുന്നില്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാം, എന്തെങ്കിലും ഹെൽപ്പ് വേണോ മാം? ജാസ്മിനാണ് വന്ന് ചോദിച്ചത്. ഓ, എനിക്ക് MD ഒന്ന് കാണണമായിരുന്നു മിസ്റ്റർ കാശിനാഥ് മഹാദേവ്. ഓക്കെ മാം.
വരൂ, ക്യാബിനിൽ ഇരുന്നാൽ മതി. സാറിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാ. ക്യാൻറ്റീനിൽ ഉടനെ തിരിച്ചു വരും. അതെയോ, ഇറ്റ്സ് ഓക്കെ, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. ഗീതയെ കാശിയെ കാണാൻ ക്യാൻറ്റീനിലെത്തുമ്പോൾ കാശി ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവിടെ ഇരുന്ന് മനുവുമായി സംസാരിക്കുകയായിരുന്നു. ഇടയ്ക്ക് കാശി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആദിയെ നോക്കി കണ്ണുറുക്കി ചിരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട ആദി ചുണ്ടിൽ ഒളിപ്പിച്ച പുഞ്ചിരിയോടെ തല താഴ്ത്തിയിരിക്കുന്നുണ്ട്. ഹായ് നാഥ്. കാശി തല ഉയർത്തി നോക്കി ഗീതികയെ കണ്ടതും അസ്വസ്ഥതയോടെ കണ്ണടച്ച ശേഷം ഒന്നാഞ്ഞു ശ്വാസം വലിച്ചവൻ ദേഷ്യം നിയന്ത്രിച്ചു. താൻ ഹായ് പറഞ്ഞിട്ടും ഒന്നും പ്രതികരിക്കാതിരിക്കുന്ന കാശിയെ കണ്ടവൾക്ക് ദേഷ്യം നുരഞ്ഞു പൊങ്ങിയെങ്കിലും കഷ്ടപ്പെട്ട് അടക്കി നിർത്തി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ചെയറിലിരുന്നു. ഹേയ് നാഥ്, എന്നോട് പിണക്കമാണോ താൻ? എന്തൊരു മൈൻഡില്ലാത്തത്? ഇത്രയും വലിയൊരു ആക്ട്രസ് തന്നെ തേടി വന്നിട്ട് ഹായ് പറഞ്ഞിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് ഷെയിമാണ് കേട്ടോ. ഓ ഓക്കെ, ഒഫീഷ്യൽ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. സോ പ്ലീസ് ഗോ ടു ദ അഭിമന്യൂസ് ക്യാബിൻ. ഞാൻ അങ്ങോട്ട് വന്നോളാം. അത്രയും പറഞ്ഞ് കാശി ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. പോകും മുൻപേ ആദിയെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മാനും അവൻ മറന്നില്ല. ആദിയും കാത്തും ഒരു സിനിമാ നടിയെ നേരിട്ട് കണ്ട സന്തോഷത്തിലായിരുന്നു. അടുത്ത് ചെന്ന് സംസാരിക്കാൻ തുനിഞ്ഞ കാത്തുവിനെ ഒരു നോട്ടം കൊണ്ട് അടക്കിയിരുത്തി മനുവും കാശിക്കും പുറകെ പോയി. ഗീതികൊന്ന് ചുറ്റിനും നോക്കി എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്ന കണ്ടവൾക്ക് നാണക്കേടും ദേഷ്യവും തോന്നി. അതുകൊണ്ട് തന്നെ കാശിയെ കാണാൻ നിൽക്കാതെ അവൾ ഫ്രണ്ടിനെയും കൂട്ടി ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി. മനു ഇത് കണ്ടിരുന്നെങ്കിലും അവനത് മൈൻഡ് ചെയ്തിരുന്നില്ല. ഗീത്, എന്താ പറ്റിയേ? നീ നാദിനോട് സംസാരിച്ചില്ലേ? കാറിൽ കയറി മിണ്ടാതിരിക്കുന്ന ഗീതികയെ കണ്ട് ലയ തിരക്കി. ലയ വിസിറ്റിംഗ് റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ക്യാൻറ്റീൻ നടക്കുന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. ഗീത്, പറയേ, പ്ലീസ് ടെൽ മി ഹിയർ. ഷട്ടപ്പ് ലയ, പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ലയ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെടാതെ ഗീതിക കാലിൽ നിന്ന് നന്നായി ഷൗട്ട് ചെയ്തു. ഒന്നും മനസ്സിലായില്ലെങ്കിലും അവളെ വിഷമിപ്പിക്കുന്ന എന്തോ ഒന്ന് നടന്നിട്ടുണ്ടെന്ന് ലയയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ മിണ്ടാതിരുന്നു. കാശിയും മനുവും കാറെടുത്ത് ഓഫീസിന് പുറത്തേക്ക് വന്നു. മനു വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി ചുറ്റുമൊന്ന് വീക്ഷിച്ചതിന് ശേഷം ആദിയെയും കാത്തുവിനെയും കാറിനുള്ളിലേക്ക് കയറ്റി അവനും കയറിയപ്പോൾ തന്നെ കാശി കാർ എടുത്തിരുന്നു. എന്താ കണ്ണേട്ടാ, നമ്മൾ എവിടേക്കാ പോകുന്നേ? കാശി കാത്തുവിനെ കണ്ണു ചിമ്മി കാണിച്ചൊന്ന് ചിരിച്ചു. നിങ്ങളുടെ മനസ്സിൽ നിറയെ സംശയങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ. അതൊക്കെ മാറണ്ടേ? ഈ യാത്രയോടെ അതൊക്കെ മാറും. കാത്തുവും ആദിയും ശരിക്കും കൺഫ്യൂഷനായിരിക്കുവാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ, ഒരുപാട് ആലോചിച്ച് തലപുകയ്ക്കേണ്ട ആദി. മനു ആദിയെ നോക്കി പറഞ്ഞിട്ട് കാത്തുവിന് നേരെ തിരിഞ്ഞു. നീ വേണമെങ്കിൽ പുകയ്ക്കാനൊന്ന് ശ്രമിച്ചോ. ചിലപ്പോൾ നടക്കില്ല, കാരണം തലക്കകത്ത് വല്ലതും ഉണ്ടെങ്കിലല്ലേ പുകയുന്നത്. അത്രയും പറഞ്ഞവൻ പൊട്ടിച്ചിരിച്ചു. ആദിയും കാശിയും ചിരി കടിച്ച് പിടിച്ച് കാത്തുവിനെ നോക്കി. അവിടെ ഇപ്പം എല്ലാവരെയും സൂപ്പ് വെച്ച് കുടിക്കുമെന്നുള്ള ഭാവം. ദേ കണ്ണേട്ട, നിങ്ങളുടെ ബ്രദറിനെ ഞാൻ ചവിട്ടി വെളിയിൽ കളയും കേട്ടോ. ജീവൻ വേണമെങ്കിൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. കാശി പൊട്ടിച്ചിരിച്ചുകൊണ്ട് മനുവിനെ നോക്കി. ഡി ഞാനേ നിന്റെ ബോസാണ്, അത് മറക്കേണ്ട. മനു കാത്തുവിന് നേരെ ചീറി. ഓ പിന്നെ ബോസൊക്കെ അങ്ങ് ഓഫീസിൽ. ഇതേ എൻ്റെ കണ്ണേട്ടൻ്റെ വണ്ടിയാ. ഞാൻ ഇതിലിരുന്ന് എനിക്കിഷ്ടമുള്ളത് പറയും. താൻ പോടോ. വേണ്ടോ എന്ന് വെക്കുമ്പോൾ തലയിൽ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നു. കാത്തുവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴേക്ക് മനു ഷോക്കായതുപോലെ മുൻപിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവൻ്റെ ഇരിപ്പ് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ബീച്ചിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് കാശി കാറ് പാർക്ക് ചെയ്തിറങ്ങി. മനു ആദിയെയും കാത്തുവിനെയും കൂട്ടി കടലിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന സിമന്റ് ബെഞ്ചിനരികിലേക്ക് നടന്നിരുന്നു. വന്നിരുന്നപ്പോഴേ മനുവും കാത്തുവും പതിവ് തല്ലുകൂടിലേക്ക് കടന്നു. ആദ്യം അതൊക്കെ കണ്ട് ചിരിച്ചു. ആർത്തലച്ചു വരുന്ന തിരമാലകളെ പറ്റി ചോടിക്കളിക്കുന്ന ഒരു കുറുമ്പിയെ നോക്കിയിരിക്കുകയായിരുന്നു ആദി. കാശി നടന്നു വന്നതോ തൊട്ടടുത്ത് വന്നിരുന്നതോ ഒന്നും ആദി അറിഞ്ഞതേയില്ല. അവൾ അപ്പോഴും ആ കുറുമ്പി പെണ്ണിൻ്റെ ചിരിയിൽ മയങ്ങിയിരിക്കുകയായിരുന്നു. ആരുട്ടി, കണ്ണേറ്റിന് ഇതുപോലൊരു കുറുമ്പിയെ തന്നേക്കണേ. കാശി അടുത്ത് വന്നിരുന്ന് പറഞ്ഞപ്പോൾ അറിയാതെ മൂളിപ്പോയി അവൾ. മൂളിക്കഴിഞ്ഞാണ് എന്താണ് അവൻ പറഞ്ഞതെന്ന് ഒന്നുകൂടെ ചിന്തിച്ചത്. കാശിയുടെ ശബ്ദം കേട്ടപ്പോൾ മൂളിപ്പോയതാണ്. ആദി ചമ്മി കാശിയെ നോക്കി. കാശി കണ്ണിറിക്കൊന്ന് ചിരിച്ചു. ഡാ കണ്ണ, ഈ സാധനത്തിനെ വലിച്ചു. ദേ ഞാൻ കടലിലോട്ട് ഇടും കേട്ടല്ലോ. എപ്പോൾ നോക്കിയാലും ചൊറിഞ്ഞോണ്ടിരിക്കുന്നുള്ളൂ. ഓ ഞാനല്ല കണ്ണേട്ടാ, ഇയാളെ ചൊറിയൻ പുഴു. കാത്തു അത് പറയേണ്ട താമസം മനു അവളുടെ കയ്യിൽ പിടിച്ചു തിരിച്ചിരുന്നു. കാത്തു കൂവിക്കൊണ്ട് അവൻ്റെ പുറത്തടിക്കാൻ തുടങ്ങി. ദേ രണ്ടിനെയും തൂക്കി ഞാൻ കടലിൽ എറിയണ്ടെങ്കിൽ മിണ്ടാതിരുന്നോണം. കാശി ഒന്ന് ചാടിയപ്പോഴേക്കും രണ്ടു നല്ല കുട്ടികളായി അടങ്ങിയിരുന്നു. ഇവിടെ കിടന്ന് വഴക്കിടാനാണോ വന്നത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
ഇത്രയും നാള് നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കാവലായി ഞാനും അനുവും ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഞങ്ങളുടെ അഭാവത്തിലും സ്വയം സംരക്ഷിക്കാനും പരസ്പരം കരുതാനും നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നത്. കാശി പറയാൻ പോകുന്നത് സീരിയസ് ആയുള്ള കാര്യമാണെന്ന് മനസ്സിലായതോടെ കാത്തു സംശയത്തോടെ ആദിയെ നോക്കി. ആദ്യം നിങ്ങൾ അറിയേണ്ടത് ആരൂട്ടിയുടെ മീൻസ് ആദിയുടെ തറവാട് വീടിനെ കുറിച്ചാണ്. ആദിയുടെ മുത്തച്ഛൻ, അതായത് ആനന്ദ് മഹാദേവന്റെ അച്ഛൻ, മാണിക്യമംഗലം തറവാട്ടിലെ മഹാദേവ നാരായണൻ ദി ഗ്രേറ്റ് ഫാർമറായി തുടക്കം. പിന്നെ അത് പതിയെ ബിസിനസ്സിലേക്ക് വഴിമാറി. കൃഷിക്കാരൻ ബിസിനസ്മാനായി അറിയപ്പെടാൻ ഒരുപാട് കാലമൊന്നും വേണ്ടി വന്നില്ല. അദ്ദേഹത്തിൻ്റെ ബാല്യകാല സുഹൃത്ത് ദേവമംഗലത്ത് അച്യുതൻ നായർ, എൻ്റെ മുത്തശ്ശൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, ഓർമ്മ വെച്ച കാലം മുതൽ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ചുണ്ടായിരുന്നവർ. അടുത്തടുത്ത വീട്, ഒരുമിച്ചുണ്ടും ഉറങ്ങിയും പണി ചെയ്തും പഠിച്ചും അവർ വളർന്നു. മഹാദേവ നാരായണന് ആദ്യത്തേതൊരാണും രണ്ടാമത്തേതൊരു പെണ്ണും ഉണ്ടായി കഴിഞ്ഞാണ് അച്യുതൻ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്യുതനൊരു മകനുണ്ടായി. ദിവസങ്ങൾക്ക് ശേഷം മഹാദേവന് മൂന്നാമതും ഒരു ആൺകുട്ടി പിറന്നു. ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് അച്യുതൻ നായർ തൻ്റെ ആദ്യ പുത്രനെ മഹാദേവൻ എന്ന് പേര് വിളിച്ചു. മഹാദേവന്റെ വിശ്വസ്തനായിരുന്ന രാമകൃഷ്ണനൊരു മകനുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെയായിരുന്നു. അവരാണ് എൻ്റെ അച്ഛൻ മഹാദേവൻ, ആദിയുടെ അച്ഛൻ ആനന്ദ്, കാത്തുവിൻ്റെ അച്ഛൻ വാസുദേവൻ. അച്യുതൻ നായർക്ക് ഒരു വർഷത്തിന് ശേഷം മറ്റൊരു കുട്ടി കൂടെ ജനിച്ചു. സൂര്യനാഥ് എന്ന പേരിട്ട് വിളിച്ചു അവനെ. ഇവർ 4 പേരും ഒറ്റ മിത്രങ്ങളായി വളർന്നു. സൂര്യൻ എല്ലാവരുടെയും അനിയനാണെങ്കിലും അവനെയും അവരിൽ ഒരാളായി തന്നെ കൊണ്ടു നടന്നു. പക്ഷേ ഇതൊന്നും ആനന്ദിൻ്റെ ചേച്ചിക്കും ചേട്ടനും അത്ര രസിച്ചിരുന്നില്ല. തക്ക കിട്ടുമ്പോഴൊക്കെ അവരെ 4 എന്തെങ്കിലും പറഞ്ഞ് കുത്തി നോവിക്കുക പതിവ് കാര്യമായിരുന്നു. വാസുദേവനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ സൗഹൃദം തകർക്കാൻ പഠിച്ച പണി 18 നോക്കിയിരുന്നു അവർ രണ്ടാളും. പക്ഷേ അവർ വളരും തോറും ആ സൗഹൃദവും വളർന്നു വന്നിരുന്നു. 4 പേരും വിവാഹം കഴിച്ചപ്പോഴും ആ സൗഹൃദത്തിന് കോട്ടം തട്ടാതെ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്തത്. ഞാനും മനുവും ഉണ്ടായതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ജ്യോതിയമ്മയും ജാതമ്മയും നിങ്ങൾ ഉണ്ടാവുന്നത്. ആനന്ദ് വാസുദേവന്റെ ജാതിയിലുള്ള ജ്യോതിയെ വിവാഹം കഴിച്ചതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ആനന്ദിൻ്റെ ചേട്ടനും ചേച്ചിക്കും. അത് മാത്രമല്ല, പറ്റുമ്പോഴേക്ക് സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന വാസുദേവനെ ആനന്ദ് പലതവണ സഹായിച്ചിരുന്നു. തൻ്റെ പേരിലുള്ള ഒരു പലചരക്ക് കട വാസുദേവനെ എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സ്വത്തുക്കളൊക്കെ കൈവിട്ടു പോകുമെന്ന് പേടിച്ച് ചേട്ടനും ചേച്ചിയും വാസുദേവനെയും കുടുംബത്തെയും കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചറിഞ്ഞ ആനന്ദ് അത് ചോദ്യം ചെയ്യുകയും അച്ഛനോട് പോലും കയർത്ത് സംസാരിക്കുകയും ചെയ്തു. അന്ന് ആ വീട്ടിൽ നിന്നും ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയി. ഞങ്ങളൊക്കെ ആ സമയം മുത്തശ്ശൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ചികിത്സയ്ക്ക് പോയിരിക്കുകയായിരുന്നു. ആദിയുടെ മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ചേച്ചിയെയും ചേട്ടനെയും അനുകൂലിച്ച് സംസാരിച്ച അച്ഛനോടും ചെറിയച്ഛനോടുള്ള സകല കോണ്ടാക്റ്റും അവസാനിപ്പിച്ചു. വാസുദേവനെയും കുടുംബത്തെയും കൂട്ടി ആനന്ദ് നാടും വീടും വിട്ട് ഇറങ്ങിപ്പോന്നു. പിന്നീട് അങ്ങോട്ട് പോവുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തില്ല. ജ്യോതി അമ്മയുടെ വീട്ടിലുള്ളവരുമായി കോണ്ടാക്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കയ്യിലുള്ള സമ്പാദ്യം വെച്ച് അവർ ഇവിടെ ഓരോ ഫോം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നിങ്ങളൊക്കെ വളർന്നു തുടങ്ങി. അവർ രണ്ടാളും നിങ്ങൾക്ക് മാത്രമുള്ളൊരു ലൈഫ് കെട്ടിപ്പടുത്തു തുടങ്ങി. ഒരുപാട് അന്വേഷിച്ചു നിങ്ങളെ, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം മഹാദേവ നാരായണൻ, അതായത് ആദിയുടെ മുത്തശ്ശൻ, ഞങ്ങളിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നു. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുവാദം വേണം. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നിങ്ങളോടത് പറയും. നിങ്ങളെ കണ്ടെത്തിയത് ഞങ്ങളുടെ മുത്തശ്ശൻ പോയപ്പോൾ കാണാൻ ആനന്ദച്ഛനും വാസുവെങ്കിലും വന്നിരുന്നു. ആരും അറിയാതെയാണ് വന്നതെന്നും തിരിച്ചു പോയതെന്നും അവർ കരുതി. പക്ഷെ രണ്ടാളെയും ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ നിങ്ങളെ കണ്ടുപിടിക്കാൻ ഒരുപാട് താമസമുണ്ടായിരുന്നില്ല. അങ്ങനെ മഹാദേവ നാരായണന് എൻ്റെ അച്ഛൻ കൊടുത്ത വാക്ക് ഞങ്ങൾ പാലിച്ചു, ഇന്നീ നിമിഷം വരെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ പറഞ്ഞിരിക്കേണ്ടത്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാനുള്ളത് വൈകിട്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയാം ഞാൻ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആര് ചോദിച്ചാലും പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ. കാശി ആദിയെ നോക്കി കണ്ണു ചിമ്മി കടൽ തീരത്തേക്ക് നടന്നു. ആദി കുറച്ചു നേരം അവിടെ നോക്കി നിന്ന ശേഷം അവൻ്റെ പുറകെ നടന്നു. കണ്ണേട്ടാ. കാശി പതിയെ തിരിഞ്ഞു നോക്കി. എന്താടാ, പറ, എന്തോ ചോദിക്കാനുണ്ടല്ലോ.
അത് എന്ന മുത്തശ്ശൻ്റെ അടുത്ത് ഞങ്ങളെ കൊണ്ടുപോവുക, ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ട്. അതോ അതിന് അദ്ദേഹത്തിൻ്റെ പെർമിഷനൊക്കെ വേണം. ആരൂട്ടനെ കണ്ണേട്ടൻ കൊണ്ടുപോവാട്ടോ. അതെ, എനിക്ക് വിക്കി പെറുക്കേണ്ട, വേഗം ചോദിച്ചോ എന്താ കാര്യമെന്ന് വെച്ചാ. അത് പിന്നെ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറുതെ ഒരു തമാശയ്ക്കാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാ. കാശി ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി. തൻ്റെ മുഖത്ത് നോക്കാതെ കുനിഞ്ഞു നിൽക്കുന്നവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. പെണ്ണിൻ്റെ മുഖം പിടിച്ചുയർത്തി അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർക്കാൻ ഒരുങ്ങി. പിന്നെ പെട്ടെന്ന് അവനൊന്ന് പിന്നോട്ടാഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്തേക്കൊന്ന് ഊതി. ആദ്യ പതിയെ മിഴി തുറന്നു. കാശി അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച് മുൻപിലേക്ക് നടന്നു. ആരൂട്ടി, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ല. നിനക്കറിയാം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഒരു കാര്യം നീ അറിഞ്ഞോളൂ, ഞാൻ നിന്നെ തേടി കണ്ടുപിടിച്ചത് എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. നിനക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എങ്ങനെയാണെന്നോ ആവശ്യമില്ലാതെ നിന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ട നീ കണ്ണടച്ചു നിൽക്കില്ല. പക്ഷേ ഇപ്പം നീ കണ്ണടച്ച് എനിക്ക് വിധേയയായി നിൽക്കുകയാണ് ചെയ്തത്. ഏട്ടൻ്റെ ആരും ഇനി ആവശ്യമില്ലാത്ത കാര്യമോർത്ത് തലപുകയ്ക്കണ്ട. നീ എൻ്റെ പെണ്ണ, ഈ കാശിനാഥൻ്റെ ആദിരുദ്ര. ഇതൊക്കെ കണ്ട് വണ്ടടിച്ച് നിൽക്കുകയാണ് കാർത്തവും അനുവും.